നിങ്ങൾ ട്രൈക്കഡസ്കോഫോബിയ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു അസുഖത്തിന്റെ പേരാണിത്. നമ്പർ 13നോടുള്ള ഭയമാണ് ഈ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും നമ്പർ 13 ഒരു ഭാഗ്യക്കേടിന്റെ ലക്ഷണമായാണ് സൂചിപ്പിക്കാറുള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പല ഹോട്ടലുകളിലും 13 നമ്പർ നില കാണാറില്ല. 12 കഴിഞ്ഞാൽ പിന്നെ 14 നിലയാണ് ഉണ്ടാവാറുള്ളത്. ലിഫ്റ്റിൽ വരെ 13 സ്കിപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. ഇതുപോലെ തന്നെയാണ് പല വിമാനങ്ങളിലും 12 റോ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് 14 റോയാണ്. ടെക്നിക്കലി ഇത് 13 നമ്പർ റോ ആണെങ്കിൽ പോലും ഇതിനെ 14 വെച്ചാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും നമുക്ക് 13ന്റെ ചില കളികൾ കാണാം. സാധാരണഗതിയിൽ 13 നമ്പർ സ്റ്റേറ്റ് കാറും 13 നമ്പർ വരുന്ന മൻമോഹൻ ബംഗ്ലാവും പൊതുവെ ഒരു മന്ത്രിമാരും എടുക്കാറില്ല. 2014 തോമസ് ഐസക് 13 നമ്പർ ചോദിച്ചു വാങ്ങിയ സമയത്ത് വൻ വാർത്തയായിരുന്നു. ആ മന്ത്രിസഭയിലെ ആരും ആദ്യഘട്ടങ്ങളിൽ 13 നമ്പർ ഏറ്റെടുത്തിരുന്നില്ല. അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ അന്ധവിശ്വാസം പിടിപെട്ടോ എന്ന ചോദ്യം അന്ന് കേരളത്തിൽ ഉയർന്നു കേട്ടതാണ്. ഈ സമയത്താണ് തോമസ് ഐസക് 13 നമ്പർ കാറും 13 നമ്പർ ബംഗ്ലാവും ഏറ്റെടുക്കുന്നത്. 2015 മാർച്ച് 13 തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. 13ാമത് കേരള മന്ത്രിസഭയുടെ 13ാം സമ്മേളനത്തിൽ 13 പേരമക്കളുള്ള KM മാണിയുടെ 13ാം ബജറ്റ് അവതരണ വേളയിലാണ് ലോകത്തിനു മുന്നിൽ കേരള നിയമസഭ ലജ്ജിച്ചു തലതാഴ്ത്തിയ സംഭവങ്ങളാണ് അന്ന് അരങ്ങേറിയത്. 13 എന്ന നമ്പറിനെ മോശമായി കാണാൻ പല കാരണങ്ങളും ലോകത്തിനു മുന്നിൽ നിരത്താറുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് യേശുവിന്റെ അന്ത്യ അത്തായവുമായി ബന്ധപ്പെട്ടാണ്. യേശു ഉൾപ്പെടെ ലാസ്റ്റ് സപ്പറിൽ പങ്കെടുത്തത് 13 പേരായിരുന്നു. ഇതിലേക്ക് 13ാമതായി കയറി വന്ന 13ാം ചെയറിലിരുന്ന യൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. 13നെ പേടിയെന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. വെസ്റ്റേൺ കൺട്രീസിൽ 8 മുതൽ 10% വരെ ആളുകൾ 13ാം തീയതി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. വാഹനം വാങ്ങുക, വീട് വാങ്ങുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അന്നേ ദിവസം ചെയ്യാറില്ല. ഇതുമൂലം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് $800 മില്യൺ വരെ നഷ്ടം വരാറുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 13നെ പേടി എത്രത്തോളം ഭീകരമായാണ് ലോകം കാണുന്നതെന്ന് ഈ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോളോ 13ന്റെ ദൗത്യം പരാജയപ്പെട്ട സമയത്തും ഈ 13ന്റെ പേടി നമ്മൾ കണ്ടതാണ്. അന്ന് ആസ്ട്രോണന്റുമാരെല്ലാം സേഫായി ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നെങ്കിലും 13ആണ് അന്നേറെ പഴികേട്ടത്. ഈ 13നെ പേടിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബാബിലോണിയൻ സംസ്കാരത്തിലേക്ക് വരെ പോവേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും നീതിമാൻ എന്നറിയപ്പെടുന്ന ഹമ്മുറബിയുടെ നിയമപുസ്തകത്തിൽ 13ാമത് നിയമം ഇല്ലായിരുന്നു. 12 കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതി വെച്ചത് 14ാം നിയമമായിരുന്നു. 13നെ ഭാഗ്യ നമ്പറായി കാണുന്ന പലരും ഭൂമിയിലുണ്ട്. പ്രധാനമായും സിഖ് മതസ്ഥരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 13 ഒരു ഭാഗ്യ നമ്പറാണ്. പല രാജ്യത്തും പല നമ്പറുകളും ബാഡ് നമ്പറായി പൊതുവെ അറിയപ്പെടാറുണ്ട്. ചൈനയിൽ 4ാം നമ്പറിനെയും ജപ്പാനിൽ 9ാം നമ്പറിനെയും ബാഡായിട്ടാണ് ഇവർ കണക്കാക്കാറുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാനമായും 26ാം നമ്പറിനെയാണ് ബാഡ് നമ്പറായിട്ട് പറയപ്പെടാറുള്ളത്. ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചൊരു കാലത്തും ഇത്രയേറെ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ളത്? സത്യത്തിൽ 13 എന്ന നമ്പറിനല്ല പ്രശ്നം, ആളുകളുടെ മനസ്സിനാണ് പ്രശ്നം.